സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് നാം ഒരു തിരുവചനം വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 9 വാക്യം 35. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് ഒരു ശബ്ദമുണ്ടായി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9 അധ്യായം 35 വാക്യത്തിൽ മറുരൂപമലയിൽ ആയിരുന്നപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് സംസാരിച്ച ശബ്ദമാണ് നാം കേൾക്കുവാനിടയായത്. ഈ സംഭവ ചരിത്രം വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം 9 28 മുതൽ 36 വരെ നമുക്ക് കാണാവുന്നതാണ്. ഒരു ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായി ഒരു മലയിൽ കയറി. അവർ അവിടെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി യേശുവിൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായും മാറുന്നു. തുടർന്ന് 2 പുരുഷന്മാർ യേശുവിനോട് സംസാരിച്ചു. അവർ മോശയും ഏലിയാവുമായിരുന്നു. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി ക്രിസ്തുവിന് യെരുശലേമിൽ പ്രാപിപ്പാനുള്ള പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ സമയം പത്രോസും കൂടെയുള്ളവരും ഉറക്കത്തിൻ്റെ മയക്കത്തിൽ വളരെ ഭാരപ്പെട്ടിരുന്നു. അവർ ഉണർന്ന് നോക്കിയപ്പോൾ യേശുവിൻ്റെ തേജസ്സുള്ള മുഖത്തെയും യേശുവിനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കാണുകയാണ്. ആ പുരുഷന്മാർ യേശുവിനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയുവാനിടയായി. ഈ സമയത്താണ് സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന്. മറ്റൊരു സുവിശേഷത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നും കാണാൻ സാധിക്കും. ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ദൗത്യ നിർവഹണത്തിനായി അയച്ച ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രസാദകരമായ അഥവാ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്? മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താണ്? മാത്രമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് സാക്ഷിക്കുന്നത്? കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പിതാവായ ദൈവം പറഞ്ഞത് നാം കേട്ടല്ലോ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾപ്പിനെന്ന്. ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ നാം 2 കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ആകെത്തുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ഏക കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു. യേശു പഠിപ്പിച്ചതും അതുതന്നെയാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ അഥവാ ഒപ്പമുള്ളവരെ, ഭാര്യയെ, ഭർത്താവിനെ, സഹോദരനെ, സഹോദരിയെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ, അവരെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നതിലും ഒപ്പമുള്ളവരെ സ്നേഹിക്കുന്നതിലും നാം ശ്രദ്ധ വച്ചാൽ നാം ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നവരായി മാറുകയാണ്. ആമേൻ, ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.